ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി GST ഉദ്യോഗസ്ഥരും. ഗാന്ധി ജയന്തി ദിനത്തിൽ കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലുള്ള ഓഫീസ് പരിസരം ശുചീകരിച്ചു. മഹാത്മാഗാന്ധിയുടെ 155ാമത് ജന്മദിനത്തിൽ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി GST ഉദ്യോഗസ്ഥരും. കാഞ്ഞങ്ങാട് GST ഓഡിറ്റ് വിഭാഗം, ടാക്സ് പെയർ വിഭാഗത്തിലെ 50ലധികം ഉദ്യോഗസ്ഥർ ചേർന്നാണ് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലുള്ള ഓഫീസ് പരിസരം ശുചീകരിച്ചത്. GST ഡെപ്യൂട്ടി ഓഡിറ്റ് കമ്മീഷണർ സജിത് വി, സ്റ്റേറ്റ് ടാക്സ് പെയർ ഓഫീസർ O ദാമോദരൻ, ഓഡിറ്റ് ഓഫീസർമാരായ മധു കരിമ്പിൽ, ചന്ദ്രൻ P, റെജി ജോസഫ്, ദിവ്യ D, ജഗദീഷ് നായിക് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടത്തിയ ഗാന്ധി സ്മരണ ഓഡിറ്റ് വിഭാഗം ഡെപ്യൂട്ടി കമ്മീഷണർ സജിത് വി ഉദ്ഘാടനം ചെയ്തു. ഓഡിറ്റ് ഓഫീസർ റെജി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നിരവധി പേർ സംസാരിച്ചു. രാജ്യങ്ങളിലൊട്ട് അദ്ദേഹം നടന്ന് നമ്മുടെ ഈ രാജ്യത്തൊട്ട് പ്രസംഗിച്ച് നമ്മുടെ മതേതരത്വം നിലനിർത്താനൊക്കെ അദ്ദേഹം ശ്രമിച്ചതാണ്. മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ സംവിധാനം നമുക്ക് വെച്ച ജനാധിപത്യ മൂല്യത്തിനെ പോലും വലിയ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ജനാധിപത്യം എന്താണെന്നൊരു കുട്ടി ഒരു പ്രാവശ്യം അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ജനാധിപത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ട മത്സരം നടക്കുന്നു എന്ന് കരുതുക. ഒരു ഓട്ട മത്സരത്തിൽ ഒന്നാമത്തെ ആൾ ജയിക്കും, രണ്ടാമതായി ഫിനിഷ് ചെയ്യുന്ന ആളെ രണ്ടാമനെന്നും, മൂന്നാമതായി ഫിനിഷ് ചെയ്യുന്നവനെ മൂന്നാമനെന്നും, പിന്നീട് എല്ലാ ഫിനിഷ് ചെയ്യുന്നവർക്കും ഓരോരോ സ്ഥാനങ്ങൾ കൊടുക്കും. ഈ ജയിച്ച ആൾ ഈ രണ്ടാമനും മൂന്നാമനും നാലാമനും കൊടുക്കുന്ന ഒരു പരിഗണനയാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. ഈ ഒന്നാമൻ ജയിക്കണമെങ്കിൽ രണ്ടാമനും മൂന്നാമനും ഉണ്ടാകണമെന്നും, ഈ രണ്ടാമനും മൂന്നാമനുമായ ആൾ ഒരിക്കലും ഒരു തോൽവി അല്ല ചെയ്തത്, അദ്ദേഹം ഈ മത്സരത്തിൽ പങ്കെടുത്ത ആളാണ്, അദ്ദേഹത്തിനും അവർക്കും ഒരു പരിഗണന കൊടുക്കണമെന്നുള്ള ഒരു വലിയ ആശയത്തിന് കൊടുത്ത ഒരു നേതാവാണ് അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.